ഹലോ നമസ്കാരം. ഗുഡ് മോർണിംഗ് ടു ഓൾ. നമ്മളിപ്പം മൂട്ടി മാസിനെ പിടിക്കുകയാണ്. സന്ദീപാണ് നമ്മുടെ മെയിൻ ക്യാച്ചർ. സന്ദീപ് ചൂണ്ടയും കൊണ്ട് വന്ന മീൻ ഉറപ്പാണ്. സീരിയസ്ലി സന്ദീപ് 4 പുള്ളിക്ക് പിടിച്ചു കൊടുത്തു. പുള്ളിക്ക് എന്തോ അർജന്റ് വീട്ടിൽ കറി വെച്ചിട്ട് പോകണമെന്നുണ്ട്. പുള്ളിക്ക് പിടിച്ചു കൊടുത്തു. പിന്നെ എന്താ പ്ലാൻ ഈ ചെറിയ മീൻ പിടിച്ചിട്ട് നമ്മളിപ്പോൾ കടലോട്ട് ഇറങ്ങി വലിയ വറ്റാനും പിടിക്കാനുള്ള പരിപാടിയാണ്. വറ്റാനും പിടിക്കണം. കാരണം കാര്യപ്പെട്ട് പരിപാടിയൊന്നുമില്ല. വറ്റാനും പിടിച്ച് കറി വെച്ചിട്ട് നല്ലൊരു രാവിലെ അപ്പവും കടലക്കറിയും പിന്നെ ഉച്ചയ്ക്ക് ചോറും മീൻകറി വറുത്ത് മേടിക്കണം എന്നാണ് ഞങ്ങൾ ഇന്നത്തെ പ്ലാന്. നടക്കുമെന്നറിയില്ല. നിങ്ങളെല്ലാവരും കൂടി ഒന്ന് പ്രാർത്ഥിച്ച് ചിലപ്പോൾ നടക്കുമായിരിക്കും. അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. തങ്കുവിൻ്റെ ചാനലും കൂടെ പറയാം. തങ്കുവിൻ്റെ ചാനലുണ്ട്, ത്രിബിൾ തങ്കു എന്നാണ് ചാനലിൻ്റെ നെയിം. പറ്റുമെങ്കിൽ നമ്മുടെ ചാനലും കൂടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം. ഓക്കെ. കണ്ണിയേര ഇപ്പോൾ 3 സന്ദീപിന് അടിച്ചു. ഇവിടെ മഴയാണ് കേട്ടോ. എടുത്തിട്ടോ കൊറക്കോളി തങ്കു ഇതാ പിടിച്ചിരിക്കുകയാണ്. അടങ്ങുമീനെ, ഞാൻ നിന്നൊന്നും ചെയ്യില്ല. പിടിച്ചിട്ടാ, കൈ പിടിച്ചിട്ടാ. കൊളക്കോഴിയല്ല, കൊറക്കോളി. ഇവിടുത്തെ പറയുന്നത് വേറെ. നമ്മുടെ നാട്ടിൽ എന്താണ് സന്ദീപേന് പറയാ? പാരമി, പാറപ്പൊടി. ദേ വന്നു നിന്നു. ഇതാ സന്ദീപ് ഒരു കിടിലൻ സാധനത്തിന് അടിച്ചു. മറ്റേ ഇത് എന്താണ്? റെയിൻബോ ഫിഷ്. ക്യാമറ ഓഫായിരുന്നു അന്നേരം, എടുക്കാൻ പറ്റിയില്ല. കൊള്ളാം. തങ്കുമാമാ, ഇത് റെഡല്ലടാ, അതല്ലടാ, ചെമ്പല്ലല്ല. ഓക്കെ അതന്നെ. അടുത്തതിനെ കിട്ടി. സന്ദീപേ എടാ, മറ്റേ മോറ്. അടുത്തതിന് കിട്ടി. ഇതേ മീൻ. പൊട്ടിക്കടാ. ഞാൻ തുടക്കം കിട്ടുന്ന ബാക്കി നിങ്ങൾ ആയിക്കോളൂലേ. ഏത് ഇതിനെ പിടിച്ച് ഇതിന് കിട്ടി തുടങ്ങിയ നിങ്ങൾ സർവർ കിട്ടുന്നല്ലോ പറഞ്ഞേ. തുടങ്ങിക്കും. ഞാൻ കഴിച്ചിട്ട് കാണട്ടെ തങ്കുവിന്റെ മിടുക്ക്. വയനാടുകാർ തങ്കു കടലില്ലാത്ത നാട്ടിൽ നിന്നും വന്ന് പറ. ഡയലോഗ് ഉണ്ടല്ലോ, മാസ ഡയലോഗ് പറയണ്ടേ. കടലില്ലാത്ത നാട്ടിൽ വന്ന് കടലിനെ കുറിച്ച് പഠിച്ച് കടലിൽ ആഴങ്ങളിൽ ഇറങ്ങി മുങ്ങിത്തപ്പി പൊന്നുകൾ വാരി വീട്ടിൽ പോകാമെന്ന് കരുതി വന്നതാണ് തങ്കു. ഇപ്പൊ എന്താ പിടിച്ചിരിക്കുന്നത്? കൊള്ളാം. എന്നാ പതുക്കെ നൈസായിട്ട് അവിടെ നയിച്ചെടുത്തോട്ടോ. അപ്പോൾ ഗൈസ്, ദിവ്യ പിടക്കണ മീന്. ഇല്ലാത്തവനെ പോലെ കളിക്കാ, കടിയടാ ആണുങ്ങളെ പോലെ അല്ലേ? അവൻ ഈലി മോനെ, ബാക്കിലൊന്നും കടിയിട്ടാ ഞാൻ ഭാഗ്യം. നമ്മള് ലൊക്കേഷൻ മാറ്റി ഗൈസ്. അവിടെ മുട്ടനൊരു ഈല് ഇതേ നിൽക്കുന്നു. ഇതേ വാ വിളിച്ചോണ്ടിരുന്നു. കണ്ടാ അതേട്ടാ. പോടാ നോക്കണേ. അത് സാധനം ഹെവി സാധനം. കടി കിട്ടിക്കഴിഞ്ഞാൽ അതിൻ്റെ പല്ല് വിടൂല. അത്രയും ഭാഗത്ത് എല്ലും കൊണ്ട് പോവും. എവിടെ? പിടിക്കില്ല അവനെ. നമുക്ക് അവിടെ കഴിയുക ശരിയാവില്ല. ചിലപ്പോൾ ഈല് നമ്മളെയും കൊണ്ട് പോകും.
പുറകിൽ നിന്ന് പിടിക്കാതിരുന്നാൽ മതി, വേറെ കുഴപ്പമൊന്നുമില്ല. മുന്നിൽ നിന്ന് പിടിച്ചാൽ ഞാൻ എന്തും ചെയ്യും. പുറകിന്നില്ല കത്തി. അവിടെ തന്നെ ഇട്ടേക്കാം. അവന് വരുവാണെങ്കിൽ അവിടെ നിന്ന് തിന്നിട്ട് പോട്ടെ. ഇങ്ങോട്ട് വരണ്ടെന്ന് പറഞ്ഞേരാ കേട്ടോ സന്ദീപേ. ഇവിടെ ഒന്നും ഇല്ല, ഇങ്ങോട്ട് വരണ്ടേ. നിന്റെ വായ കണ്ടിച്ച് കളയാലടാ. ഇത് കൊള്ളൂലടാ തലക്കറി. എടാ ഇത് തലക്കറി കൊള്ളൂലല്ലോ. എൻ്റെ ഒന്ന് വലിച്ചു നോക്കി. മോറൽ ഓഫ് ദ സ്റ്റോറി, ഒരിക്കലും ചൂണ്ട വെള്ളത്തിയിട്ടിട്ട് മീൻ വെട്ടാൻ പോരുത്. വാവ്, സന്ദീപ് അടിച്ചിരിക്കുകയാണ്. പൊളി പൊളി. അവിടെ തന്നെ ഇട്ടേക്കല്ലടാ. സന്ദീപേ അവൻ കയറി വരുമോ? ഈലിനെ പേടിയുള്ളതുകൊണ്ട് അധികം വെള്ളത്തിലേക്ക് ഇറങ്ങാതെ മീൻ കഴിക്കണേ. റൂമിൽ ചെന്നതിന് കട്ട് ചെയ്തൊരു കഴുക്കുണ്ട്, അതുകൊണ്ട് മോശം വെള്ളത്തിൽ കഴിക്കുന്ന കഴിയുന്നത്. മോശം വെള്ളമല്ല, നല്ല തെളിനീര് പോലത്തെ വെള്ളം ഇല്ലേ സന്ദീപേ? തെളിനീരെന്ന് പറഞ്ഞ വെള്ളം തന്നെ. ഉണ്ണിമേരി എങ്കിൽ ഉണ്ണിമേരി. റവീന്റെ കാര്യം എന്താ പറയുക? പറ, എന്തെങ്കിലും പറയാണ്ട് പറ. അതെ അങ്ങനെയാ, പെട്ടെന്ന് എടുക്കണം. ഇതാണ് ഉണ്ണിമേരി. കയ്യെല്ലാം കുത്തിമായി. ഏടാ ഇതെന്താ ആക്കണം? കയ്യിൽ കുത്തിയടാ. തലക്ക് ഞങ്ങളുടെ ക്യാമറമാനെ കുത്തിയോ? കൊണ്ടുണ്ടോ നിന്നെ പൊരിച്ചു തിന്നെ ഞങ്ങൾ. എവിടെ വിളിച്ചേ? കേട്ടു. ഓ മാൻ, ഇതാരാ വന്നേ? ഇതെന്താ പരിപാടി ഇത്? എന്താ പൊന്നോ, സുഖം തന്നെ. സദ്യവേ ഇത് നോക്കണം, പോയി മുട്ട സാധനം. വാടാ 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 കുട്ട, ടോണിക്കുട്ട. അതെ ഇവിടെ താഴെടാ, നീ കണ്ടില്ല. ശേ, ഇതേ ടോണിക്കുട്ടൻ വന്നിട്ടുണ്ട്. ഒരാളല്ല, രണ്ടുപേരായി ഇപ്പൊ. ഇതേ ഇവിടെ നിൽക്കുന്നു, അതാ നിൽക്കുന്നു. ടോണിക്കുട്ടൻ 2-3 പേരായി. ഇതാ ടോണിക്കുട്ടൻ വരുന്നു. ടോണിക്കുട്ടൻ, യാ മോനെ, ടോണിക്കുട്ടൻ്റെ ഒരു ഗ്ലാമറേ. ടോണിക്കുട്ടൻ ഇടയ്ക്കിടയ്ക്ക് കയറി തപ്പുക. ടോണിക്കുട്ടൻ ഒറ്റയ്ക്കേ ഉള്ളൂ. ടോണിക്കുട്ടൻ ഒറ്റയ്ക്കേ ഉള്ളൂ. എടാ അവിടെ ആരാടാ? ഒരാളില്ലേ? ഇല്ല അല്ലേ? അത് കല്ല അല്ലേ? ഇപ്പം എനിക്ക് മീൻ വെട്ടാൻ നേരം കാണുകയല്ലോ ഇങ്ങനെ പോയാ. സന്ദീപ് ആലപ്പുഴയുടെ മാനം കാത്തുകൊണ്ട് സന്ദീപ് ഇതാ എന്നോട് ഉണ്ണിമേരിയെ പിടിച്ചിരിക്കുകയാണ്. എന്നാ ചൂണ്ടിയതേ. വാ ബ്യൂട്ടി. ഇപ്പോൾ ഇവിടെ എടുക്കുന്നത് വെട്ടമൊന്നുമില്ല, എന്നാലും പിടിച്ച് ഞങ്ങൾ വറ്റ കിട്ടിയില്ല. ഞങ്ങൾക്ക് റെയിൻബോയും കുറച്ച് ഉണ്ണിമേരിയൊക്കെ കിട്ടി.
പിന്നെ അതിനെ കൊണ്ട് വീട്ടിൽ കറി വെച്ച് പൊരിച്ച് എല്ലാം അടിപൊളിയായിരുന്നു. പിന്നെ മഴയായിപ്പോയി, അതാണ് ഏറ്റവും വലിയ പ്രശ്നം. ബാക്കിയെല്ലാം ഉഷാറായിരുന്നു. ഇപ്പോഴും മറക്കരുത്, അടുത്ത വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യുക. മഴക്കാർ ഇപ്പോഴും കയറി നിൽപ്പുണ്ട്. ഓക്കെ, താങ്ക്സ് ഫോർ വാച്ചിങ്. സീ യു ഓൺ നെക്സ്റ്റ് വീഡിയോ. ബൈ.